ഹലോ എവരി വൺ, എല്ലാവരും HST പരീക്ഷയൊക്കെ കഴിഞ്ഞ് ടെൻഷനോടെ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. ചില ആളുകൾക്ക് അവർ ഉദ്ദേശിച്ച മാർക്കൊക്കെ കിട്ടി വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ എന്താകും ഷോർട്ട് ലിസ്റ്റിൽ എൻ്റെ സ്ഥാനം എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലൈഫിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ മോശമായതും സംഭവിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ അല്ലേ. സോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ എഫേർട്ട് ഇടേണ്ട പോലെ നമ്മൾ എഫേർട്ട് ഇടുക. അതിന് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സോ പ്രിയപ്പെട്ട എൻ്റെ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ടീച്ചേഴ്സ് എന്ന് വിളിക്കുന്നത് ഈ ക്ലാസ് കേൾക്കുന്നത് എന്തായാലും ടീച്ചേഴ്സ് ആയിരിക്കും. കാരണം തമ്പനെയിൽ കൊടുത്തിട്ടുണ്ട് HSST LP UP ടീച്ചേഴ്സ് ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സാം തമ്മിലുള്ളൊരു കമ്പാരിസൺ എന്ന രീതിയിൽ തമ്പനെയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇനി HSST നോട്ടിഫിക്കേഷൻസ് ഈ വർഷം തന്നെ ഉണ്ടാകും എന്ന് കുറച്ച് റൂമേഴ്സ് വരുന്നുണ്ട്. റൂമേഴ്സ് അല്ല, ഏകദേശം സബ്ജക്റ്റുകളുടെ HSST ഈ അടുത്ത് നടന്നതല്ലാത്ത ഇനി വിളിക്കാനുള്ള 2022 പരീക്ഷ നടന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സബ്ജക്ട്സിൻ്റെ HSST മിക്കവാറും നവംബർ ഡിസംബറോടുകൂടി വീണ്ടും വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ LPST UPST ഇപ്പോൾ നിലവിൽ ലിസ്റ്റുകൾ വന്നിട്ടേ ഉള്ളൂ. സോ ഒരു 2 വർഷമെങ്കിലും നമുക്ക് അത് പഠിക്കാനുള്ള സമയം ഇനി അങ്ങോട്ട് കിട്ടും എന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പല ആളുകളുടെ മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനാണ് HSST ആണോ LPST UPST ആണോ നല്ലത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് എന്താണ് നല്ലതെന്നാണ് നോക്കേണ്ടത് അല്ലേ. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ടല്ല. HSST എന്ന് പറയുമ്പോൾ B.Edഉം PGയും സെറ്റും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് എഴുതാൻ കഴിയുന്നത്. ദെൻ ഇതേ ആളുകൾക്ക് UPST എഴുതാൻ കഴിയും, DLED ഉണ്ടെങ്കിൽ LPST എഴുതാൻ കഴിയും. അപ്പോൾ ഈ 2 ക്വാളിഫിക്കേഷനുമുള്ള ആളുകൾക്കാണ് കുറച്ചുകൂടി കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അവരോട് പറയാനുള്ളത്, HSST എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ ടീച്ചിങ് മേഖലയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ. സോ അതാവുക എന്നുള്ളത് വളരെ വളരെ നമ്മൾ ഡ്രീമായിട്ട് കാണുന്നൊരു സംഗതിയാണ് അല്ലേ. അതിൻ്റെ സാലറി വൈസ് നോക്കിയാലും അതിൻ്റെ പൊസിഷൻ വൈസ് നോക്കിയാലും എല്ലാം വലുത് തന്നെയാണ്. ഞാൻ ആ ഒരു ടീച്ചേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നതല്ല, നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു സാലറി സ്കെയിലൊക്കെ വലുത് തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എപ്പോഴും HSSTയുടെ നിയമനം സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും അല്ലേ. നല്ല റിസൾട്ടിന് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലെത്താൻ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ല എഫേർട്ട് ഇടേണ്ടി വരുന്നു. നമ്മുടെ സിലബസൊക്കെ വളരെ വാസ്റ്റ് ആൻഡ് വൈഡ് സിലബസ് ആയിരിക്കും. ഒരു കോളേജിയേറ്റ് എക്സാം, ഒരു ലെക്ചർ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നെറ്റ് കൂടിയുള്ള ആളുകൾക്ക് അതൊരു പ്ലസ് ആണ്. മിക്ക സബ്ജക്റ്റുകളുടെയും HSSTയുടെയും കോളേജ് ലെക്ചേഴ്സ് എക്സാമിൻ്റെയൊക്കെ സിലബസ് ഏകദേശം സെയിം ആണ്. സോ HSSTയിൽ നമുക്ക് നിയമനങ്ങൾ നടക്കുന്നത് വളരെ കുറവാണ് അല്ലേ. ഏതൊരു സബ്ജക്റ്റ് ആയാലും ഹൈസ്കൂൾ ടീച്ചറിനേക്കാൾ വളരെ നിയമനം കുറഞ്ഞുകൊണ്ടാണ് HSSTയിൽ വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഒന്ന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എപ്പോഴും നമുക്ക് ടെൻഷൻ വരുന്നത് റാങ്കിൽ കുറച്ച് പിന്നിൽ വരുമ്പോഴാണ്. ഒരു മുന്നിലെ റാങ്ക് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ ചില സബ്ജക്റ്റുകളിൽ ആദ്യ റാങ്കുകാർക്ക് പോലും ചിലപ്പോൾ നിയമനം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ദുർഗതി HSSTയുടെ അവിടെ നിൽക്കുന്നുണ്ട് എങ്കിലും നമ്മൾ നല്ലത് എക്സ്പെക്റ്റ് ചെയ്തല്ലേ, പോസിറ്റീവ് സൈഡ് ചിന്തിച്ചുകൊണ്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം അല്ലേ. നമുക്ക് കഴിയുന്ന അറ്റംപ്റ്റ് നമ്മൾ ഇടണം. നാളെ ഒരു സമയത്ത് ഞാൻ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ദെൻ നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ലീഗലി എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മനസ്സിലാക്കി വളരെ ടാക്റ്റ്ഫുള്ളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. നമ്മുടെ കയ്യിലുള്ളത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക, ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് വരിക, എന്നാൽ നമ്മൾ സേഫ് ആയിരിക്കും. ദെൻ LPST UPSTയെ സംബന്ധിച്ച് മറ്റ് ഏതൊരു ടീച്ചിങ് എക്സാമുകളെക്കാളും നിയമനം കൂടുതൽ നടക്കുന്നത് LPST UPSTയിലാണ്. LPST ആണെങ്കിൽ DLED കമ്പൾസറിയാണ്. സോ നിങ്ങൾക്ക് HSSTയും LPSTയും UPSTയും എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറുന്നതിന്
കുറച്ചുകൂടി സാധ്യത കൂടുന്നത് LPST UPSTക്കാണ്. ദെൻ അതേസമയം LPST UPST പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം GK പഠിക്കേണ്ടി വരുന്നു, അല്ലേ, സബ്ജക്റ്റ് മലയാളം ഇംഗ്ലീഷൊക്കെ പഠിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ടാസ്ക് വരുന്നുണ്ട് അല്ലേ. നമ്മുടെ സബ്ജക്റ്റിന് പുറമേയുള്ള സബ്ജക്റ്റ് ചിലപ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും. എന്തായാലും നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും എന്നുള്ളത് മസ്റ്റാണ്. ഈ രണ്ടും കൂടി ഒരുമിച്ച് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് HSST ആദ്യം തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ നമുക്ക് HSSTക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് പാരലായി തന്നെ LPST UPSTയും കൊണ്ടുപോകാൻ കഴിയും. അത് നമ്മൾ കൃത്യമായിട്ടും പ്ലാൻ ചെയ്യണം. കാരണം ഒരു ഗ്യാപ്പ് വരും, നോട്ടിഫിക്കേഷൻ വരാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സോ നമുക്കൊരു ഗ്യാപ്പ് വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം LPST UPSTയിലെ GK പോർഷൻസ്, അതുപോലെ തന്നെ സൈക്കോളജിയിലെ ചില ഏരിയാസ്, മെത്തഡോളജിയിലെ ചില ഏരിയാസൊക്കെ എവിടെ വരുന്നുണ്ട്, HSSTയിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ പ്ലസ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണോ, ഇതിലേക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്ന് സംശയപ്പെട്ട് നിൽക്കാതെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക. LPSTക്ക് അല്ലെങ്കിൽ UPSTക്കും എനിക്ക് പഠിക്കണമെന്നുള്ള ഒരു സൈക്കോളജിയും അതുപോലെ തന്നെ കേരള റിനൈസൻസ്, ഇന്ത്യൻ റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ദെൻ മാത്സ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, LPST UPSTക്കാരെ സംബന്ധിച്ച് പറയുകയാണ്, മാത്സ് നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റ് അല്ല മാത്സ് എങ്കിൽ ഉറപ്പായിട്ടും മാത്സ് കുഴപ്പിക്കുന്നൊരു വിഷയം തന്നെയായിരിക്കും. അപ്പോൾ മാത്സ് കൂടി കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ HSSTയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് HSSTക്ക് തന്നെ ആയിരിക്കണം പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. സോ വളരെ ടാക്ട്ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ദെൻ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ HSST, LPST, UPST രണ്ടും എഴുതാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം HSST എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് മേഖലയിലെ സ്കൂൾ ടീച്ചിങ് മേഖലയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ ഉയർന്ന റാങ്കിൽ വന്നിട്ടേ കാര്യം ഉണ്ടാവുള്ളൂ. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഉയർന്ന റാങ്കിലേക്ക് വന്നിട്ടേ കാര്യം ഉണ്ടാവുള്ളൂ. ഇനി LPST UPSTയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല നിയമനം നടക്കുന്ന ടീച്ചിങ് പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം ഒരു പബ്ലിക് സർവീസിലല്ലാതെ ജോലി ചെയ്യുന്ന, ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു പബ്ലിക് സർവീസിലേക്ക് കയറുക എന്നുള്ളതാണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആദ്യം ഒന്ന് സർവീസിൽ കയറുക, പിന്നീട് നമുക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള പോസ്റ്റുകളിലേക്ക് ബൈ ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതി പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ വൈസായിട്ട് ചിന്തിക്കുക, വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഒരിക്കലും നിങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കരുത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിജയം ശ്രമിക്കുന്നവർക്കാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, HSAയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ PYQ ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു, സൈക്കോളജി ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ HSA ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ PYQs ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എക്സാമുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ഭാഗങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. GK ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടില്ല എങ്കിലും സൈക്കോളജി ഭാഗത്തു നിന്നും ദെൻ ഇംഗ്ലീഷ് HSA ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇനി വിൻസ്പയറിൽ നിന്നും HSST ഇംഗ്ലീഷ് സബ്ജക്റ്റുകളുടെ MCQs നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ LPST UPST ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സൈക്കോളജി പെഡഗോജി PYQ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ HSST ജനറൽ പേപ്പർ, അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി എന്നീ മേഖലകളിലെ MCQസും PYQസൊക്കെ ഇൻസ്പയറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾ അതൊക്കെ കണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വളരെ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നതെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.